അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നാം എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്ന ബുക്കാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അല്ലമൽ അനാമ അൽ ഈമാന വൽ ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൽ ഖൈറിൽ അനാമി വഅലാ ആലിഹി വ അസ്ഹാബിഹിൽ അലാം. അമ്മാ ബഅദ്. അദ്ദർസുൽ അവ്വലു, പാഠം 1. യാ ഹയ്യു യാ ഖയ്യൂം. എന്താണ് യാ ഹയ്യു യാ ഖയ്യൂം? നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി ചോദിച്ചു. ഇല്ല, അൽ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ഇല്ല, നിരീശ്വരവാദി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി ഇളിഭ്യനായി. നമുക്ക് റൂഹുണ്ട്, പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയുന്നില്ല. റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ടെന്നതിനുള്ള തെളിവാണ്. ചലനം റൂഹുണ്ടെന്നറിയിക്കുന്നു. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ടെന്നതിന് തെളിവാണ്. ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ കഴിയുമോ? ഇല്ല. കാരണം ഒരു പുൽച്ചെടിയോ മണൽത്തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ? ഇല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ അല്ലാഹു തആലയാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തി. അത് പറഞ്ഞത് ആരാണ്? ഹാമിദ് ചോദിച്ചു. എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ഹാമിദ് ചോദിച്ചത്. 1,24,000 പ്രവാചകന്മാർ. അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്. അവിടുന്ന് അൽ അമീൻ എന്നാണ് മുശ്രിക്കുകളടക്കം സമ്മതിച്ചതാണ്. നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്നും പ്രകടമായി. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയ്ക്കു വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരുമഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യനെ പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞു. ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഈമാൻ ഉള്ളവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത്, ഈ കള്ളിയിലുള്ളത് നമുക്ക് വായിച്ചു നോക്കാം. അഫ്ദലുൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അടുത്തത് നമുക്ക് തദ്രീബാത്ത് നോക്കാം. അത്തദ്രീബാത്ത് നഖ്റഉ വനഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാണ്. ഹലക്ക നശിച്ചു, സുബുൽ വഴികൾ, മുഅ്മിൻ സത്യവിശ്വാസി, ഗാലക്സി നക്ഷത്ര സമൂഹം, മുശ്രിക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ. അടുത്തത് ഷുഅബത്ത് ശാഖ, ഇളിബ്യൻ വിഡ്ഢി, ഗൈസ് മഴ, വിവേകം തിരിച്ചറിവ്, ദൃഷ്ടാന്തം തെളിവ്. ഇതെല്ലാം പാഠത്തിൽ കൊടുത്ത വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളുമാണ്. എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അടുത്തത് നക്തുബുൽ മുനാദറ, സംഭാഷണം എഴുതാനാണ് പാഠത്തിലുണ്ടായ. അൽ ഇമാമുൽ ആളം അബു ഹനീഫ റളിയല്ലാഹു അൻഹു നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കാതെ പാഠത്തിലുള്ളതുപോലെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാവരും വൃത്തിയിൽ എഴുതുക. അടുത്തത് നജിബ് ഉത്തരം എഴുതാനാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമുക്ക് റൂഹുണ്ട്, നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. നമുക്കതിൻ്റെ ഉത്തരം നോക്കാം. ചലനം കൊണ്ട്, അങ്ങനെയാണ് റൂഹ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ചലനം കൊണ്ടാണ് റൂഹ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്. 3 എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ 3 നമുക്കിവിടെ എഴുതി കൊടുക്കാം. 1 മനസ്സ്, 2 ബുദ്ധി, 3 സന്തോഷം. അങ്ങനെ 3 ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എനിക്കറിയാവുന്ന ചിലതിൽ 3 എഴുതിയതാണ്. നിങ്ങൾക്കറിയാവുന്നതും എഴുതി കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 3ാമത്തെ ചോദ്യം. ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. സർവശക്തനായ അല്ലാഹു തആല. എന്താണ്? സർവശക്തനായ അല്ലാഹു തആല. അടുത്ത ചോദ്യം നോക്കാം. 4ാമത്തെ ചോദ്യം. അല്ലാഹു തആല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ് എന്നതാണ് ചോദ്യം. നമുക്ക് ഉത്തരം നോക്കാം. ഈ ലോകം ആണ് അല്ലാഹു തആല ഉണ്ട് എന്നതിന് യഥാർത്ഥ തെളിവ്. അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ. ഈമാൻ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. മുഅ്മിൻ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. അടുത്ത ചോദ്യം. ഈമാനിൻ്റെ ശാഖകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഈമാനിൻ 70-ൽ പരം ശാഖകളുണ്ട്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഏറ്റവും താഴ്ന്ന പടിയിൽ ഉള്ളത് വഴിയിൽ ഉള്ള തടസ്സം നീക്കലാണ്. അടുത്ത ചോദ്യം നോക്കാം. നുബയ്യൻ സിയാക്ക്, സന്ദർഭം വിവരിക്കാനാണ്. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളത്. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും എന്നത് പറഞ്ഞത് ആര്, ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്നുള്ളതാണ്. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയ്ക്കു വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ 6 ദിവസം നിൽക്കാതെ മഴ തുടർന്നു.
അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. അടുത്തത് തഖ്സീസ്. ഈമാനിൻ 70-ൽ പരം ശാഖകളുണ്ട്. 2 പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ കൂടാതെ 5 എഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ശുദ്ധി, രണ്ടാമത്തത് ക്ഷമ, മൂന്നാമത്തത് ലജ്ജ, നാലാമത്തത് പാവങ്ങളെ സഹായിക്കുക, അഞ്ചാമത്തത് സക്കാത്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ കുട്ടികളും വൃത്തിയിൽ എഴുതുക. ഞാൻ എഴുതിയത് ശരിയാണോ എന്ന് പാഠഭാഗത്തിൽ നോക്കി മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്തൊരു പാഠവുമായി വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.